അതിരാവിലെ തന്നെ കണ്ണ് പോലും നേരെ ചൊവ്വെ തുറക്കാതെ ഞാൻ ഇന്ന് കണിക്കൊന്ന പറിക്കാൻ പോവുകയാണേ. നമ്മളെ വീട്ടിലേക്ക് എല്ലാ തവണയും കണ്ണിട്ടാണ് കണിക്കൊന്ന പറിച്ചു കൊണ്ടുവരാറ്. അതും വിഷുവിൻ്റെ തലേ ദിവസം പുലർച്ചയ്ക്ക് പോയി പറിക്കാറുണ്ട്. അപ്പം ഇത്തവണ ഞാനും കൂടി വരട്ടെ നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ വലിഞ്ഞു കയറി പോയതാണ്. അതിനെന്നെ കളിയാക്കി പറഞ്ഞത് വിക്രമാദിത്യൻ്റെ കൂടെയുള്ള വേതാളത്തെ പോലെയാണ് ഇതെന്നാണ്. പിന്നെ വീട്ടിലെത്തിയത് ഞാൻ വേഗം തന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോൾ ഞാൻ വീണ്ടും എണീറ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത്. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കിതാ കണ്ണേട്ടനും ഇച്ചും കൂടി കണ്ണേട്ടൻ്റെ ഫ്രണ്ടിന് കുറച്ച് കണിക്കൊന്ന കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്, കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ട്. ഇത് അമ്മയുടെ മാക്സിയാണ്. ഇത്തവണ റെക്കോർഡ് തകർത്ത് വിഷുക്കോടി കിട്ടിയത് ഇച്ചുവിനും അമ്മയ്ക്കാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കവർ നിറച്ച് ചാമ്പയ്ക്കും കൊണ്ടാണ് വന്നത്. ഇത് കണ്ണേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തതാണേ. പിന്നെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ചോറും മാമ്പഴ പുളിശ്ശേരിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇച്ചു എണീറ്റിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ പരിപാടിയും തുടങ്ങി. വിഷുവിന് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള പൂന്നുള്ളതാണ്. പിന്നെ ഗുളികന് വിളക്കൊക്കെ എത്തിച്ചതാ ഇച്ചും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല കുട്ടിയായി ഞങ്ങളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛനും അച്ഛനും ഇതാ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ കണീൻ്റെ ഒരുക്കത്തിലേക്കും കടന്ന്. കണിയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അമ്മ ഉറങ്ങാറ്. അമ്മ കണി വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും വിളിച്ചുണർത്താറ്. അങ്ങനെ കണീൻ്റെ പരിപാടിയും തുടങ്ങി. പിന്നെ അമ്മൻ്റെ സ്പെഷ്യൽ പുളിയുണ്ട്, അതിൻ്റെ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പുളി കേട്ടോ. വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഒന്നാളാവാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇടയിൽ കയറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയാണ്. അപ്പം പിന്നെ രുചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇച്ചുവിൻ്റെ സഹായം അവിടെ ഉടനീളം ഉണ്ടായിരുന്നു. ഇച്ചു അടുക്കള മുഴുവൻ നന്നായിട്ട് എല്ലാം ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഒരാളെ കുറവുണ്ട് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ കുക്കുന് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ കുക്കു ചുമച്ച് റൂമിലിരിക്കുകയാണ്. ഇത്തവണ ആളെണ്ണം കൂടിയത് കൊണ്ട് തന്നെ പടക്കത്തിൻ്റെ എണ്ണം കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. അച്ഛനും കണ്ണേട്ടനും കൂടി ഇച്ചുവിനും കൂടി കണ്ടിട്ട് കുറച്ച് കൂടുതൽ കത്തിക്കുന്ന ടൈപ്പ് പടക്കം വാങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കുന്നതൊക്കെ ഇച്ചുവിന് പേടിയാണെങ്കിലും കത്തിക്കുന്ന പടക്കത്തിന് ഇച്ചുവിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അപ്പൂസിന് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല. അമ്മ പറയുന്നത് ഇന്ന് അവൻ്റെ 3ാമത്തെ പിറന്നാളായതുകൊണ്ടാണ് അവനിങ്ങനെ പേടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നതെന്നാണ്. പടക്കത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ടപ്പോഴേക്ക് കുക്കു താഴോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ആൾ ആക്റ്റീവായിരുന്നു. പിന്നെ ആൾ വീണ്ടും സൈലൻ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കുക്കുവാണ് എടുത്തു തന്നത്. പകുതി പടക്കമൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പം നേരെ പിന്നെ അടുക്കളയിലേക്ക് കയറിട്ടോ. ഇനി അടുക്കളയിലും ഉണ്ടല്ലോ ഇഷ്ടംപോലെ പണി. അങ്ങനെ ഞങ്ങൾ അടുക്കള ഡ്യൂട്ടി ഏറ്റെടുത്ത് കണ്ണേട്ടനെ ഞാനും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അടുക്കള ഡ്യൂട്ടി ഏറ്റെടുത്തത്. പാത്രം തേക്കൽ കണ്ണേട്ടൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവാന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ തിന്നുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ ആ പണിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിട്ടോ. അങ്ങനെ അതും കൂടി കണ്ണേട്ടൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കത് എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. രാത്രിയല്ലേ, വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കണി വെച്ച് എൻ്റെ ബാക്കി സാധനങ്ങളും കൂടി എടുത്ത് തിന്നാണ്. പിന്നെ അച്ഛനും കണ്ണേട്ടനും പോയി വരുമ്പം ഉണ്ണിയപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി എടുത്ത് കഴിക്കാമെന്ന് കരുതി. ഇതൊക്കെ വെറുതെ നിന്നാൽ വേസ്റ്റായി പോലെ. അങ്ങനെ എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണിയും സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ വേഗം പോയി കിടന്നുറങ്ങിയാൽ മതി. അപ്പോഴേക്ക് രാവിലെ അമ്മ വിളിച്ചുണർത്തിക്കോളും. ഇപ്പം തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.